കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. മേൽക്കാവിലെ പ്രദക്ഷിണ വഴി കരിങ്കൽ പാകിയിട്ടുണ്ട്. ഇതിന്റെ മുകളിലൂടെ ശീവേലിപുരയും കാണാം. തെക്കു ഭാഗത്താണ് ശ്രീ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മഹാലക്ഷ്മി ആദ്യം കുടിയിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ പേര് വരുന്നത്. ഐതിഹ്യപ്രകാരം കണ്ണപ്പന്റെ തൊഴുത്തും കാവുമായിരുന്ന സ്ഥലമാണ് ഈ ശ്രീമൂലസ്ഥാനം. ഇവിടെ ഒരു പവിഴമല്ലി മരമുണ്ട്. അതിനാൽ ഇവിടം പവിഴമല്ലി തറ എന്നും അറിയപ്പെടുന്നു. ഇവിടെ തൊഴുതു വേണം ഭഗവതിയെ തൊഴാൻ എന്നാണ് ആചാരം. നവരാത്രി കാലത്ത് പവിഴമല്ലിത്തറയിൽ നടക്കുന്ന ചെണ്ടമേളം പ്രസിദ്ധമാണ്. ശ്രീമൂലസ്ഥാനത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് പ്രത്യേക ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശിവനും ഗണപതിയും സാന്നിധ്യം അരുളുന്നു. 1.5 അടി ഉയരം വരുന്ന ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. ശിവന്റെ നടയിൽ നിത്യവും രാവിലെ 5 മണിക്കും 11 മണിക്കും ധാര നടത്തി വരുന്നു. ബാധയുടെ ഉപദ്രവമുള്ളവർ ഇവിടെ എത്തുമ്പോൾ തന്നെ ഉറഞ്ഞു തുള്ളുന്ന കാഴ്ച കാണാം. പ്രദോഷ പൂജ, കൂവളമാല തുടങ്ങിയവയാണ് ശിവഭഗവാനുള്ള മറ്റു പ്രധാന വഴിപാടുകൾ. ശിവഭഗവാന്റെ ശ്രീകോവിലിനോട് ചേർന്ന് പണിതിട്ടുള്ള ഒരു കൊച്ചു മുറിയിലാണ് ഗണപതി പ്രതിഷ്ഠയുള്ളത്. അതിനാൽ ഈ ഭാവം ഒക്കത്ത് ഗണപതി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1/2 അടി മാത്രമാണ് ഗണപതി പ്രതിഷ്ഠയുടെ ഉയരം. ഇതിൽ വെള്ളി ഗോളക ചാർത്തിയിട്ടുണ്ട്. നിത്യേന ഗണപതി ഹോമം നടത്തി വരുന്നുണ്ട്. ഇതുകൂടാതെ ഒറ്റയപ്പം, കറുകമാല, നാരങ്ങമാല തുടങ്ങിയവയും വിശേഷമാണ്.